അതെ, എല്ലാവരും എന്നാ പറയണോ, ഇന്നുണ്ടല്ലോ ഒരു സ്പെഷ്യൽ ദിവസമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻസിനെ കണ്ട് ഞങ്ങൾ പുറത്ത് ജോസ്ത്രയിൽ വന്നാ. ജോസ്ത്ര എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? നമ്മുടെ ഈ എന്നാ പറയുക, സർക്കസ് എന്ന് പറയാൻ പറ്റത്തില്ല, പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഇതുപോലത്തെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉള്ള സ്ഥലമില്ലേ, അവിടെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് പിള്ളേരല്ലല്ലോ വയസ്സായവരല്ലേ എന്ന്. ശരിക്കും വയസ്സായവരാ, പക്ഷേ ഇതൊരു വല്ലാത്ത ഫീലാണ് കേട്ടോ. നമ്മളും പിള്ളേരുടെ കാലത്തിലേക്ക് പോവുകയും ചെയ്യും. പിന്നെ ഇത്രയും പ്രായമായ 90-98 വയസ്സൊക്കെ ഉള്ളവർ അവരുടെ ചെറുപ്പകാലത്തിലേക്ക് അവരുടെ ഓർമ്മകളൊക്കെ പങ്കുവെച്ച് ഇങ്ങനെ പോണ കാണുമ്പം, സന്തോഷിക്കണ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. കുറേ കാലം കഴിയുമ്പം നമുക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൂടെയൊക്കെ പോകാൻ പറ്റുമെന്ന് ഒന്ന് ചിന്ത വരും നമ്മുടെ മനസ്സിൽ. ആക്ച്വലി എനിക്ക് ഇന്നലെ ഓഫായിരുന്നു, പക്ഷേ ഇന്നലെ ഒന്ന് പുറത്തു പോയി എല്ലാവരും കൂടി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സാധാരണ എന്നാ സംഭവിക്കുക, നമ്മൾ ഡ്യൂട്ടിയുള്ള ദിവസങ്ങളിലെ പണികളെല്ലാം ഓഫിലേക്ക് വയ്ക്കും. ആ ഓഫിന് പുറത്ത് കറങ്ങാൻ പോയി കഴിഞ്ഞാൽ ബാക്കി പണികളെല്ലാം പെൻഡിങ്ങിലാവും. അങ്ങനെയുള്ളൊരു ദിവസമാണ് കേട്ടോ ഈ കാണാവുന്ന പണികൾ മുഴുവൻ. അപ്പോൾ ഇന്നത്തെ ഓഫിലേക്കുള്ളതാണ്. ഒന്നും പറയണ്ട, എല്ലാ അമ്മമാരും ഇങ്ങനെയായിരിക്കും അല്ലേ. പണ്ട് ചെറുപ്പത്തിൽ നമ്മളൊക്കെ വീട്ടിൽ നിന്ന് പുറത്തു പോകില്ലേ, എവിടെയെങ്കിലുമൊക്കെ ഔട്ടിങ്ങിന്, ഒരു കല്യാണത്തിനോ പെരുന്നാളിനോ എവിടെയെങ്കിലുമൊക്കെ. ഞാൻ ഇപ്പോൾ ഓർക്കുക, അന്നൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നു കഴിയുമ്പം മമ്മിയൊക്കെ, എല്ലാ അമ്മമാരും അങ്ങനെയായിരിക്കും, നേരെ വന്നു ഡ്രസ്സ് മാറുന്നു, അടുക്കളയിലോട്ട് കയറും. അടിയായി, വാരായി, ക്ലീനിങ് ആയി, പിന്നെ ഫുഡ് ഉണ്ടാക്കലായി. അപ്പോൾ നമ്മളോ നല്ല മടി പിടിച്ച് ഭയങ്കര ക്ഷീണമാണെന്നും പറഞ്ഞ് എവിടെയെങ്കിലും കയറി കുത്തിയിരിക്കും. ഇപ്പോഴോ വീട്ടിൽ വരുന്നു, നമ്മളാണ് ഈ പറഞ്ഞ അമ്മ. ആ അമ്മയിൽ നിന്ന് ഈ അമ്മയിലേക്കുള്ള മാറ്റം വന്നപ്പോഴാണ് ഓരോ കാര്യങ്ങളുടെയും സത്യാവസ്ഥ നമുക്ക് മനസ്സിലാവുന്നതല്ലേ. പിന്നെയും നാളത്തേക്കാട്ടെ ക്ഷീണമെന്നും പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇനിയൊരു ഓഫില്ലല്ലോ. അമ്മ എന്ന് പറയുന്നത് വെറും 2 വാക്കല്ലെന്ന് നമ്മൾ അമ്മയായി കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത്. പല കാര്യങ്ങളും നമ്മൾ റിയലൈസ് ചെയ്യുന്നതും അപ്പോഴാണല്ലേ. പണ്ട് നമുക്ക് ചെയ്യാമായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നെന്നും നമ്മൾ ചെയ്യാതിരുന്ന എന്താണെന്നും നമുക്ക് ഇന്നാണ് മനസ്സിലാവുന്നത്. പറഞ്ഞ് സമയം പോയത് പറഞ്ഞില്ല, പണികൾ തീർന്നത് പറഞ്ഞില്ല. പിള്ളേരെ കൊണ്ടുപോകാനുള്ള നേരമായി. അവരെ വിടുമ്പോഴത്തേക്കും സ്കൂളിൻ്റെ മുമ്പിൽ ചെല്ലണം. കൃത്യസമയത്ത് ചെന്നില്ലെങ്കിൽ പിന്നെ അതും പണിയാണ്. മൂത്തതിൻ്റെ കാര്യത്തിൽ പിന്നെ കുഴപ്പമില്ല, അവൻ തന്നെ ഇറങ്ങി വന്നോളും. ചെറുതിനെയാണ് നമ്മൾ ചെല്ലേണ്ടത്. 3ാം ക്ലാസ് വരെ ഇങ്ങനെ തന്നെ പോകണം, അല്ലാതെ വേറെ വഴിയില്ല. ഇത്ര ധൃതിയിലാണേ. എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാവേ.